ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 18 ഡിസംബർ 2025 നടന്ന ഫിംഗർപ്രിൻറ്റ് സെർച്ചർ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്ട്സിൻ്റെയും ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം PSC, SSC, RRB, UPSC എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്നും ടോപ്പിക് വൈസ് ആയിട്ട് PYQs കളക്ട് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചാനൽ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. First question, a body of mass 5 kg is acted upon by two perpendicular forces of 6 Newton and 8 Newton. The acceleration of the body is dash. എന്താണ്? അതായത് ഒരു 5 kg മാസ് ഉള്ള ഒരു ബോഡിയിലെ രണ്ട് പെർപെൻഡിക്കുലർ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. 6 Newton ആൻഡ് 8 Newton ആണ് ആ ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് 2 m/s² ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ തന്നേക്കുന്നത്. നോക്കിക്കേ, ഫോഴ്സസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റ് ഫോഴ്സ് F = √6² + 8² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് √36 + 64 ദാറ്റ് ഈസ് √100 ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് F = ma എന്നറിയാം അല്ലേ. അതിൽ നിന്ന് ആക്സിലറേഷൻ A = F/m. അപ്പോൾ 10/5 ദാറ്റ് ഈസ് = 2 m/s² എന്ന് കിട്ടും. അടുത്ത ചോദ്യം, എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഓഫ് 20 Newton ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 4 kg മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ദ ബോഡി മൂവ്സ് 5 meter. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഡാഷ്. എന്താണ്? അതായത് ഒരു 4 kg മാസുള്ള ഒരു ബോഡിയിൽ 20 Newton ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബോഡി 5 meter മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നടന്ന വർക്ക് ഡൺ എത്രയാണ്, ആ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 100 Joule ആണ് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നോക്കിക്കേ, വർക്ക് ഡൺ W = F.S അല്ലേ, അല്ലെങ്കിൽ F/S എന്ന് നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫോഴ്സ് 20 Newton എന്ന് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് 5 meter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ W എങ്ങനെ കണ്ടുപിടിക്കാം? 20 × 5 അല്ലേ, F/S അല്ലേ. അപ്പോൾ 20 × 5 100 Joule എന്ന് കിട്ടും. അടുത്ത ചോദ്യം, എ ബുള്ളറ്റ് ഓഫ് മാസ് 0.01 kg is fired into a block of 2 kg resting on a smooth surface. If the bullet embeds in the block and the velocity of the bullet before impact is 300 m/s, find their common velocity. അതായത് 0.01 kg ഉള്ള ഒരു ബുള്ളറ്റ് 2 kg ഉള്ള ഒരു ബ്ലോക്കിലോട്ട് ഫയർ ചെയ്യുകയാണ്. ആ ബുള്ളറ്റ് ആ ബ്ലോക്കിൽ പോയി സ്റ്റക്കായിരിക്കുകയാണ്. ബ്ലോക്ക് കടന്ന് ആ ബുള്ളറ്റ് പുറത്തേക്ക് വന്നിട്ടില്ല, അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പോൾ ഇവിടെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ബിഫോർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 300 m/s ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ വെലോസിറ്റി എത്രയാണെന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് 1.5 m/s ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ബിക്കോസ് ബുള്ളറ്റ് എംബഡ്സ്, സോ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. Initial momentum is equal to final momentum m1 u1 plus m2 u2 is equal to m1 m2 into v അല്ലേ. അപ്പോൾ ഹിയർ m1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.01 kg, u1 തന്നിട്ടുണ്ട് 300 m/s, m2 തന്നിട്ടുണ്ട് 2 kg, പിന്നെ എന്താണ് u2 0 അല്ലേ. അപ്പോൾ 0.01 × 300 എന്ന് പറയുന്നത് 2.01 × v എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 3 = 2.01 × v. അപ്പോൾ v നമുക്ക് 1.49 റേഞ്ചിൽ വരും. അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 m/s എന്ന് നമ്മുടെ ഓപ്ഷനിൽ മാച്ച് ചെയ്ത് എഴുതാം. അടുത്ത ചോദ്യം, എ സോളിഡ് സ്പിയർ ആൻഡ് എ സോളിഡ് സിലിണ്ടർ ഈച്ച് ഓഫ് സെയിം മാസ് ആൻഡ് റേഡിയസ് റോൾ ഡൗൺ ആൻഡ് ഇൻക്ലൈൻ. വിച്ച് വൺ റീച്ചസ് ദ ബോട്ടം ഫസ്റ്റ്. അതായത് ഒരു സോളിഡ് സ്പിയറും ഒരു സോളിഡ് സിലിണ്ടറും രണ്ടിനും ഒരേ മാസും റേഡിയസും ആണ്. അതിന് എന്ത് ചെയ്യണം? രണ്ടിനെയും നമ്മൾ ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ ഉരുട്ടി വിടുവാണ്, റോൾ ചെയ്താണ് വരുന്നത്. ഏതാണ് ഏറ്റവും ആദ്യം താഴെ എത്തുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? സ്പിയറാണ് ഏറ്റവും ആദ്യം താഴെ എത്തുന്നത്. നോക്കിക്കേ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സിമ്പിളായിട്ട് പറഞ്ഞേക്കുവാണേ. വലിയ ഇക്വേഷൻ വെച്ചിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിക്കേ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിയർ ആൻഡ് സിലിണ്ടർ എന്താണ്?
സോളിഡ് സ്പിയർ എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. സിലിണ്ടറും സ്പിയറും കൺസിഡർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഉരുളാൻ പറ്റുക? സ്പിയറിനായിരിക്കും അല്ലേ. ഈസിയർ ടു റൊട്ടേറ്റ്, നീഡ് ലെസ് എനർജി ടു സ്പിൻ. അതായത് സ്പിൻ ചെയ്യാൻ അതിന് വലിയ എനർജിയുടെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ആ ഒരു ആകൃതി കാരണം അതിന് പെട്ടെന്ന് സ്പിൻ ചെയ്യാൻ പറ്റും, കുറച്ച് എനർജി മതി. സോ മോർ എനർജി ഗോസ് ഇൻ ടു ഫോർവേഡ് മോഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി ഫോർവേഡ് മോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി സോളിഡ് സിലിണ്ടറിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഹാർഡ് ടു റൊട്ടേറ്റ് ആണ്, നീഡ്സ് മോർ എനർജി ടു സ്പിൻ അല്ലേ. കറങ്ങാൻ കൂടുതൽ എനർജി ആർക്ക് ആവശ്യമായിട്ട് വരുന്നു? സ്പിൻ ചെയ്യാനായിട്ട് സോളിഡ് സിലിണ്ടറിന് ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള മോഷന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് എനർജിയെ ബാക്കിയുള്ളൂ അല്ലേ. സോ ലെസ് എനർജി ഈസ് അവൈലബിൾ ഫോർ ഫോർവേഡ് മോഷൻ. അതുകൊണ്ട് തന്നെ സോളിഡ് സ്പിയർ ആയിരിക്കും ഏറ്റവും ആദ്യം താഴെ എത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഡാംഡ് ഓസിലേറ്റർ ഡിക്രീസസ് ടു ഹാഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ഇൻ 10 സെക്കൻഡ്. ദ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഈസ് ഡാഷ്. എന്താണ്? അതായത് ഒരു ഡാംഡ് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂവിൻ്റെ ഹാഫായിട്ട് 10 സെക്കൻഡിൽ മാറുന്നു. ഇതിൻ്റെ ആ ലോഗരിതമിക് ഡിക്രിമെൻറ്റ്, ആ കുറവ് എത്രയെന്നാണ് ചോദിക്കുന്നത്. 0.693 ആണ് ആൻസറായിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ln a1/a2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് a2 എന്താണ്? a1ൻ്റെ ഹാഫായിട്ട് മാറുന്നു എന്ന് പറയുന്നു. ഇനിഷ്യൽ വാല്യൂവിൻ്റെ ഹാഫായിട്ട് മാറുന്നു എന്ന് പറയുന്നു. a1/2 ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ln 2, that is equal to 0.693. Time is irrelevant because the question directly gives the ratio of amplitudes. അതുകൊണ്ട് ടൈം എന്താണ്? ഇവിടെ ഇറലവൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 waves y1 is equal to 0.02 sin 100 pi t and y2 is equal to 0.02 sin 100 pi t plus pi by 2 are superimposed. The resultant amplitude is dash. എന്താണ്? രണ്ട് വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ രണ്ട് വേവും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് 0.028 മീറ്റർ എന്നാണ്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ബോത്ത് വേവ്സ് ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ് അല്ലേ. എ ഈസ് ഈക്വൽ ടു 0.02 മീറ്റർ ആണ്. രണ്ടിനും എയുടെ സ്ഥാനത്ത് 0.02 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഫേസ് ഡിഫറൻസ് 5 ഈസ് ഈക്വൽ ടു π/2 എന്ന് തന്നിട്ടുണ്ട്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു √a² + 2a² cos 5 എന്ന് കിട്ടും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു √0.02 the whole square plus 0.02 the whole square plus 2 into 0.02 the whole square cos π/2. Since cos π/2 is equal to 0, നമുക്ക് a is equal to √2 0.02 the whole square എന്ന് കിട്ടും. അപ്പോൾ 0.02 √2 എത്രയാണ് വരുന്നത്? 0.028 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ഹോൺ emits sound of frequency 500 Hz if the car moves towards a stationary observer with a speed of 30 meter per second. Speed of sound given has 330 meter per second. The observed frequency is approximately dash. എന്താണ്? അതായത് ഒരു കാറ് 500 Hz സൗണ്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. കാറിൻ്റെ ഹോണിൻ്റെ ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത് 500 Hz. അപ്പോൾ ഇവിടെ കാറ് ഒരു സ്റ്റേഷനറി ഒബ്സർവറിൻ്റെ അടുത്തേക്ക് 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ അപ്രോച്ച് ചെയ്യുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ആൾ കേൾക്കുന്ന ആ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ സൗണ്ടിൻ്റെ സ്പീഡ് 330 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസറായിട്ട് വരുന്നത് 550 Hz ആണ്. 550 Hz ആണ് ആൻസറായിട്ട് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദിസ് ഈസ് ദ ഡോപ്ലർ എഫക്റ്റ് വിത്ത് മൂവിങ് സോഴ്സ് ആൻഡ് സ്റ്റേഷനറി ഒബ്സർവർ അല്ലേ. അതായത് ഇവിടെ ഡോപ്ലർ എഫക്റ്റ് ആണ്. സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനറി ഒബ്സർവറും. ഇപ്പോൾ ഇവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് F' ഈസ് ഈക്വൽ ടു F ഇൻറ്റു V/V മൈനസ് VS. VS എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 500 Hz എന്ന് തന്നിട്ടുണ്ട്. V 330 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. VSും തന്നിട്ടുണ്ട്. എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ F' ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 330/300. ദാറ്റ് ഈസ് F' ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 1.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 550 Hz എന്ന് കിട്ടും.
അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് പോസ്റ്റുലേറ്റ്സ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡാഷ് എന്താണ്? ഐൻസ്റ്റീൻ്റെ പോസ്റ്റുലേറ്റ്സ് വെച്ചിട്ട് ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വാക്യൂത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഹാസ് ദ സെയിം വാല്യൂ ഫോർ ഓൾ ഇനേർഷ്യൽ ഒബ്സർവേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദ മോഷൻ ഓഫ് സോഴ്സ് ഓർ ദ observer. അടുത്ത ചോദ്യം, എ മൂവിംഗ് ക്ലോക്ക് അപ്പിയേഴ്സ് ടു ടിക്ക് വൺസ് എവറി 2.5 സെക്കൻഡ് ഫോർ എ സ്റ്റേഷനറി ഒബ്സർവർ. ഇഫ് ദ ക്ലോക്ക്സ് പ്രോപ്പർ പീരിയഡ് ഈസ് 2 സെക്കൻഡ്, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ക്ലോക്ക്. എന്താണ്? അതായത് ഒരു ക്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ക്ലോക്ക് എല്ലാ 2.5 സെക്കൻഡിലും ടിക്ക് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ ക്ലോക്കിൻ്റെ പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണെങ്കിൽ ആ ക്ലോക്കിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മൂവ് ചെയ്യല്ലേ ക്ലോക്ക്. ആൻസർ 0.6 ആണ് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കുക. അക്കോർഡിംഗ് ടു ടൈം ഡൈലേഷൻ പീരീഡ് t is equal to t0 divided by root of 1 minus v square by c square എന്നാണ്. ഇവിടെ നമുക്ക് t, അതായത് ഒബ്സർവ്ഡ് പീരീഡ് 2.5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ടല്ലേ. സ്റ്റേഷനറി ഒബ്സർവർ കാണുന്നത് എല്ലാ 2.5 സെക്കൻഡിലും ഇത് ടിക്ക് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവ്ഡ് പീരീഡ് t എന്ന് പറയുന്നത് 2.5 സെക്കൻഡാണ്. t0 നമുക്ക് തന്നിട്ടുണ്ട്. ആ ക്ലോക്കിൻ്റെ പ്രോപ്പർ പീരീഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ t0 നമുക്ക് 2 എന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.5 divided by 2 is equal to 1 by root of 1 minus v square by c square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1.25 is equal to 1 by root of 1 minus v square by c square. അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് 0.8 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.64. വി സ്ക്വയർ ബൈ സി സ്ക്വയർ അതിൽ നിന്ന് 0.36 എന്ന് കിട്ടും. വി ബൈ സി എന്ന് പറയുന്നത് നമുക്ക് 0.6 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ഹാസ് സർഫസ് ടെൻഷൻ 0.03 ന്യൂട്ടൺ പെർ മീറ്റർ. ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഈസ് ഡാഷ്. എന്താണ്? നമുക്കിവിടെ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സോപ്പ് ബബിളിൻ്റെ എക്സസ് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് 0.03 ന്യൂട്ടൺ പെർ മീറ്റർ. ഇവിടെ ആൻസർ വരുന്നത് 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ എക്സസ് പ്രഷർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഫോർ എ സോപ്പ് ബബിൾ ദർ ആർ 2 സർഫസസ് അല്ലേ. സോ ദ എക്സസ് പ്രഷർ ഈസ് ഗിവൻ ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4t by r. ഇവിടെ നമുക്ക് ടി എന്ന് പറയുന്നത് 0.03 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. r 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.02 മീറ്റർ എന്ന് കിട്ടും. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 into 0.03 divided by 0.02, ദാറ്റ് ഈസ് 0.12 divided by 0.02. അപ്പോൾ നമുക്ക് 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 2 meter and radius 1 millimeter is hung vertically and loaded with weight of 1 kilogram. If Young's modulus of copper is equal to 2 into 10 raised to 10 Newton per meter square, find the elongation produced in the wire. അതായത് ഒരു 2 meter ലെങ്ത് ഉള്ള കോപ്പർ വയർ, അതിൻ്റെ റേഡിയസ് 1 millimeter ആണ്. അത് നമ്മൾ വെർട്ടിക്കലായിട്ട് 1 kg വെയിറ്റുമായിട്ട് തൂക്കിയിട്ടേക്കുവാണ്. ആ കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 2 into 10 raised to 10 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ വെയിറ്റ് ഹങ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ആ എലോങ്ങേഷൻ, ആ വയറിനുണ്ടായ എലോങ്ങേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ജി എന്താണ് 10 meter per second സ്ക്വയർ ആയിട്ട് എടുക്കണം. പൈ ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ വരുന്നത് 3 into 10 raised to -4 meter ആണ്. ഇവിടെ നമുക്ക് എലോങ്ങേഷൻ ഓഫ് വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ ലെങ്ത്തിലുണ്ടായ ചേഞ്ച് അല്ലേ. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു FL by AY ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, F ഈസ് ഈക്വൽ ടു mg ആണ് അല്ലേ. അപ്പോൾ 1 into 10 ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ L ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 2 meter ഉള്ള ആണ് ലെങ്ത്ത് എന്ന് തന്നിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ലെങ്ത്ത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 1 millimeter ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 10 raised to -3 meter എന്ന് കിട്ടും.
പിന്നെ എ എന്താണ്, ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ 3 × 10⁻³ ദ ഹോൾ സ്ക്വയർ. അപ്പം 3 × 10⁻⁶ മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും ഏരിയ. ഇനി യങ്സ് മോഡുലസ് വൈ നമുക്ക് തന്നിട്ടുണ്ട് 2 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഡെൽറ്റ എൽ നമുക്കിനി ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ. എന്താണ് 10 × 2 ഡിവൈഡഡ് ബൈ 3 × 10⁻⁶ ഇൻറ്റു 2 × 10⁻10. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 6 × 10⁻4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.3 × 10⁻⁴ മീറ്റർ. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, 3 × 10⁻⁴ മീറ്റർ എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബോഡി അണ്ടർഗോസ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി മാക്സിമം വെൻ ദ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഈക്വൽസ് ഡാഷ്. ഇത് നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതായത് ഒരു ബോഡി ഫോഴ്സ്ഡ് ഓസിലേഷന് വിധേയമാവുകയാണ്. ആ ഓസിലേഷൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്തുമായിട്ട് ഈക്വൽ ആയിരിക്കുമ്പോഴാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുമായിട്ട് ഈക്വൽ ആക്കുമ്പോഴാണ് വരുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി അല്ലേ. ഒരു വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ആയിട്ട് ഈക്വലായിട്ട് ഡ്രൈവിംഗ് ഫ്രീക്വൻസി വരുമ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് അല്ലേ. ഇൻ ഫോഴ്സ്ഡ് ഓസിലേഷൻ വെൻ ദ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഈക്വൽസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം, റെസൊണൻസ് occur. At resonance the system absorbs maximum energy, so the amplitude becomes maximum. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂലിയൻ എക്സ്പ്രഷൻ ഡസ് നോട്ട് കറക്റ്റ്ലി റെപ്രസെൻറ്റ് എക്സ്ക്ലൂസീവ് ഓർ, ദാറ്റ് ഈസ് എക്സ് ഓർ ഓപ്പറേഷൻ ഫോർ 2 ഇൻപുട്ട്സ് എ ആൻഡ് ബി. എന്താണ്, 2 ഇൻപുട്ട്സ് എ ആൻഡ് ബി എന്ന ഇൻപുട്ടിന് കറക്റ്റായിട്ട് വരാത്തത്, എക്സ് ഓറിന് കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെ 3 ഓപ്ഷനും എന്താണ്, എക്സ് ഓറിന് കറക്റ്റായിട്ട് വരുന്നതാണ് അല്ലേ, എക്സ്ക്ലൂസീവ് ഓറിന് കറക്റ്റായിട്ട് വരുന്നതാണ്. ലാസ്റ്റ് ഓപ്ഷനാണ് മിസ്മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് നാൻഡൻ്റെതാണ്. അതായിരുന്നു അവിടുത്തെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻസ് സാധാരണ PSC വളരെ റെയറായിട്ട് ചോദിക്കാറുള്ളതായിരുന്നു. അപ്പോൾ ഇത്തവണ അവരെന്താ സാധാരണ UPSC SSCക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായിരുന്നാലും ചോദിച്ചു. അപ്പോൾ നമുക്ക് ഈ ബൂളിയൻ എക്സ്പ്രഷൻസിൻ്റെ ഒരു ക്ലാസ്സൊക്കെ നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ കപ്പാസിറ്റർ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് എ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ ബിക്കോസ് ഇറ്റ് ഡാഷ്. എന്താണ്, ഒരു കപ്പാസിറ്ററിനെ നമ്മൾ സാധാരണ എന്താണ് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് റെഫർ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്ലോക്സ് DC കറണ്ട്. കപ്പാസിറ്റർ എന്ത് ചെയ്യും, DC കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് കപ്പാസിറ്ററിനെ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് പറയാറുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അടുത്ത എക്സ്പ്ലനേഷൻ നോക്കിക്കേ ഇതിൻ്റെ. എ കപ്പാസിറ്റർ ഡസ് നോട്ട് അലോ സ്റ്റഡി DC കറണ്ട് ടു പാസ് ബിക്കോസ് ആഫ്റ്റർ ചാർജിങ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട് ഫോർ DC. എന്താണ്, ഒരു കപ്പാസിറ്റർ സ്റ്റഡി DC കറണ്ടിനെ അതിലൂടെ പാസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതായത് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കപ്പാസിറ്റർ എന്താണ്, ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ DCയെ കടത്തിവിടില്ല. However, for AC, the continuously changing voltage allows current to flow. പക്ഷേ AC എന്താണ്, ACയെ പാസ് ചെയ്തു പോകാൻ ആരനുവദിക്കും, കപ്പാസിറ്റർ അനുവദിക്കും. കാരണം എന്താണ്, ദ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് വോൾട്ടേജ് അലോസ് കറണ്ട് ടു ഫ്ലോ. കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് AC കറണ്ടിനെ അതിലൂടെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കും. അടുത്ത ചോദ്യം. ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ്. എന്താണ്, ഒരു നമ്മളിത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദ്യം. എന്താണ്, വോൾട്ടേജ് ഗെയിൻ നിയർലി യൂണിറ്റി ആണല്ലേ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ നമുക്ക് കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. വോൾട്ടേജ് ഗെയിൻ നിയർലി യൂണിറ്റി. ഇപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റായിട്ട് വന്നത് 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതേ കണക്ക് ടോപ്പിക് വൈസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ഇങ്ങനെ ഫിസിക്സിൻ്റെ ഇപ്പോൾ ഫിസിക്സ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഫിസിക്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കെമിസ്ട്രി ബാക്കി സബ്ജക്ട്സ് എല്ലാം ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാംസിന് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഗെയിൻ നിയർലി യൂണിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദ കോമൺ കളക്ടർ ദാറ്റ് ഈസ് CC കോൺഫിഗറേഷൻ ഈസ് ഓൾസോ കോൾഡ് ദ എമിറ്റർ ഫോളോവർ. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി എന്താണ് ഈക്വൽ ടു 1 ആണ് അല്ലേ. പിന്നെ ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആണ്, ലോ ഔട്ട്പുട്ട് ഇംപീഡൻസ് ആണ്, ഹൈ കറണ്ട് ഗെയിൻ ആണ്. Hence, its primary most defining characteristics is that the output voltage allows the input voltage, that is voltage gain is nearly unity. അതാണ് നമ്മുടെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ കമ്പയർഡ് ടു സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ? എന്താണ് ഒരു സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ വെച്ച് നോക്കുമ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലോവർ PIV റിക്വയർമെൻറ്റ് ഫോർ ഡയോഡ്സ് ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നോക്കിക്കേ, ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ ഈച്ച് ഡയോഡ് നീഡ്സ് ടു വിത്ത്സ്റ്റാൻഡ് എ ലോവർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതാണ് PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, കമ്പയർ ടു സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയർ ആക്ച്വലി യൂസസ് മോർ ഡയോഡ്സ്. എത്രയാണ്? 4 ഡയോഡ്സ്, നോട്ട് ഫ്യൂവർ. ഇറ്റ് ഹാസ് ഹയർ നോട്ട് ലോവർ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് എന്താണ്? PIVയുടെ കാര്യമാണ് അല്ലേ. ഈച്ച് ഡയോഡ് നീഡ്സ് ടു വിത്ത്സ്റ്റാൻഡ് എ ലോവർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കമ്പയർഡ് ടു എ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ. അടുത്ത ചോദ്യം, വിച്ച് സ്പെസിഫിക് ന്യൂ ഫിസിക്കൽ ഫെനോമിനൻ വാസ് യുണീക്ലി പ്രെഡിക്റ്റഡ് ആസ് എ കോൺസിക്വൻസ് ഓഫ് മാക്സ്വെൽസ് അഡീഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ടേം ടു ആംബിയർ സർക്യൂട്ടൽ ലോ? എന്താണ്? അതായത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് ഇവരുടെ ഈ മാക്സ്വെൽസ് അഡീഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ടേം ടു ആംബിയർ സർക്യൂട്ടൽ ലോയുടെ കോൺസിക്വൻസ് ആയിട്ട് ഒരു പുതിയ ഫെനോമിനൻ പ്രെഡിക്റ്റ് ചെയ്തു, ഒരു ഫിസിക്കൽ ഫെനോമിനൻ. അത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? പ്രൊപ്പഗേഷൻ ഓഫ് സെൽഫ് സസ്റ്റൈനിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വം. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ബൈ ആഡിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് മാക്സ്വെൽ മെയ്ഡ് ആംബിയേഴ്സ് ലോ കൺസിസ്റ്റൻറ്റ് വിത്ത് ചാർജ് കൺസർവേഷൻ. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആഡ് ചെയ്തുകൊണ്ട് മാക്സ്വെൽ ആംബിയേഴ്സ് ലോ എന്ത് ചെയ്തു? ചാർജ് കൺസർവേഷനുമായിട്ട് കൺസിസ്റ്റൻ്റ് ആക്കി. ഇത് എന്തിൻ്റെ പ്രഡിക്ഷന് കാരണമായി? അതായത് ദിസ് ലെഡ് ഡയറക്ട്ലി ടു ദ പ്രഡിക്ഷൻ ദാറ്റ് ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ക്യാൻ സസ്റ്റെയിൻ ഈച്ച് അതർ ആൻഡ് പ്രൊപ്പഗേറ്റ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്യൂം. എന്താണ്? അതായത് ടൈം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിന് തമ്മിൽ എന്ത് ചെയ്യും? സസ്റ്റെയിൻ ചെയ്ത് വാക്യൂത്തിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. ഇത് ആ ടൈമിൽ എന്തായിരുന്നു? ഒരു ന്യൂ പ്രഡിക്ഷൻ ആയിരുന്നു കംപ്ലീറ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ കീ അഡ്വാൻറ്റേജ് ഓഫ് എ പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ ഓവർ സ്റ്റാൻഡേർഡ് LC ഓർ RC ഓസിലേറ്റേഴ്സ്? എന്താണ്? സ്റ്റാൻഡേർഡ് LC ഓർ RC ഓസിലേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പീസോ ഇലക്ട്രിക് ഓസിലേറ്ററിൻ്റെ കീ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദേ പ്രൊവൈഡ് എക്സെപ്ഷണലി ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് സുപ്പീരിയർ ക്വാളിറ്റി ഫാക്ടറാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ചോദ്യം ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ പീസോ ഇലക്ട്രിക് എന്ന് കേട്ടതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവാം. ഈ പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. നമ്മൾ പറഞ്ഞായിരുന്നു കോഡ്സൊക്കെ വെച്ചിട്ട് കോഡ്സ് ക്രിസ്റ്റലൊക്കെ യൂസ് ചെയ്ത് ഓസിലേറ്ററൊക്കെ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എ പീസോ ഇലക്ട്രിക് ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസസ് എ വൈബ്രേറ്റിംഗ് ക്രിസ്റ്റൽ ഹൂസ് നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് എക്സ്ട്രീംലി സ്റ്റേബിൾ. ബിക്കോസ് ഓഫ് ദിസ് ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് ഈസ് വെരി സ്മോൾ, ക്വാളിറ്റി ഫാക്ടർ Q ഈസ് വെരി ഹൈ, output frequency is much more stable than LC or RC oscillators. This is why crystal oscillators are used in clocks, communication systems and digital electronics. അടുത്ത ചോദ്യം, എ കോർ മെറ്റീരിയൽ വിത്ത് എ വെരി നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഈസ് ഡിസൈറബിൾ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ്? എന്താണ്? ഇതും നമ്മൾ പറഞ്ഞതാണ് ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ കാര്യം അല്ലേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, എ നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പ് മീൻസ് ലോ ഹിസ്റ്റെറിസിസ് ലോസ് അല്ലേ. അതായത് ഒരു നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത് ലോയാണ്.
A small energy loss per cycle of magnetization. In electromagnets and transformers, the core is magnetized and demagnetized repeatedly. So to minimize energy loss and heating, materials with narrow hysteresis loops, that is soft magnetic materials, are preferred. അടുത്ത ചോദ്യം, ഫോർ ആൻ ആർ സി ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ദ കറക്റ്റ് കണ്ടീഷൻ ഫോർ പ്രോപ്പർ ഡിഫറൻസിയേഷൻ ഈസ് ഡാഷ്. എന്താണ്? ഒരു ആർ സി ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൻ്റെ കറക്റ്റ് കണ്ടീഷൻ, അതായത് പ്രോപ്പർ ഡിഫറൻസിയേഷൻ നടക്കാനായിട്ടുള്ള കറക്റ്റ് കണ്ടീഷൻ ഏതെന്നാണ് ചോദ്യം. ആർ സി എന്താണ്? ലെസ് ദാൻ ടി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇൻ ആൻ ആർ സി ഡിഫറൻഷ്യേറ്റർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഫോർ ദിസ് ടു ഹാപ്പൻ പ്രോപ്പർലി ദ ടൈം കോൺസ്റ്റൻറ്റ് ആർ സി മസ്റ്റ് ബി much smaller than the time period t of the input signal. എന്താണ് ടൈം കോൺസ്റ്റൻറ്റ് ആർ സി എന്ന് പറയുന്നത്? എന്താണ്? ടൈം പീരീഡ് ടി എന്നെക്കാളും ഒരുപാട് സ്മോൾ ആയിരിക്കണം. ആർ സി മസ്റ്റ് ബി മച്ച് സ്മോളർ ദാൻ ദ ടൈം പീരീഡ് ടി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. മാത്തമെറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? ആർ സി എന്താണ്? ലെസ് ദാൻ ടി അല്ലെ പീരിയഡ്. ദിസ് എൻഷുർ ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഡിസ്ചാർജസ് വെരി ക്വിക്ക്ലി, അലോയിങ് ദ സർക്യൂട്ട് ടു ആക്ട് ആസ് എ ഡിഫറൻഷ്യേറ്റർ. അടുത്ത ചോദ്യം, ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് 2 ഹെൻറി ക്യാരിയിങ് എ കറണ്ട് ഓഫ് 1 ആംപിയർ ഈസ് ഡാഷ്. എന്താണ്? അതായത് ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഇവിടെ 2 ഹെൻറി തന്നിട്ടുണ്ട്, 1 ആംപിയർ കറണ്ടും തന്നിട്ടുണ്ട്, ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1 ജൂളാണ്. എന്താണ് ഇവിടെ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? U ഈസ് ഈക്വൽ ടു ഹാഫ് LI², അല്ലേ? എല്ലും തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 1 സ്ക്വയർ, അപ്പോൾ 1 ജൂൾ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ കറണ്ട് സോഴ്സ് ഓഫ് 0.1 ആംപിയർ ഹാസ് എ പാരലൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് 10 ohm. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 10 ohm ലോഡ്. ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ ലോഡ്. എന്താണ്? നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു കറണ്ട് സോഴ്സ് തന്നിട്ടുണ്ട്, 0.1 ആംപിയർ ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 10 ohm തന്നിട്ടുണ്ട്, അത് ഒരു 10 ohm ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ ലോഡിലൂടെയുള്ള കറണ്ട്. 0.05 ആംപിയർ ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നോക്കിക്കേ, ദ കറണ്ട് സോഴ്സ് ഹാസ് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ലോഡ്, അല്ലേ? സോ ദ ടോട്ടൽ കറണ്ട് 0.1 ആംപിയർ ഡിവൈഡ്സ് ബിറ്റ്വീൻ ദ 2 ഈക്വൽ റെസിസ്റ്റൻസ് 10 ohm and 10 ohm. For equal parallel resistance, current divides equally, അല്ലേ? അപ്പോൾ 0.1 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ 0.05 ആംപിയർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ദ കപ്പാസിറ്റർ ഇൻ ആൻ ആർ സി ഡിസ്ചാർജിങ് സർക്യൂട്ട് ലോസസ് 80% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ ചാർജ് ഇൻ എ സർട്ടൈൻ ടൈം ടി. ഫൈൻഡ് ദ ടൈം ഇൻ ടേംസ് ഓഫ് ആർ സി. എന്താണ്? അതായത് ഒരു കപ്പാസിറ്റർ, ആർ സി ഡിസ്ചാർജിങ് സർക്യൂട്ടിലെ ഒരു കപ്പാസിറ്റർ 80% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ ചാർജ് ഒരു സർട്ടൈൻ ടൈം ടിയിൽ ലോസ് ചെയ്യുന്നുണ്ട്. ആ ടൈം ഇൻ ടേംസ് ഓഫ് ആർ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1.609 ആർ സി ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഫോർ ആൻ ആർ സി ഡിസ്ചാർജിങ് സർക്യൂട്ട് Q ഈസ് ഈക്വൽ ടു Q0 E റൈസ് ടു -T/RC. ലോസസ് 80%, അല്ലേ? അപ്പോൾ റിമൈനിങ് ചാർജ് Q ഈസ് ഈക്വൽ ടു എന്താണ്? 0.2 Q0. ദാറ്റ് ഈസ് 0.2 ഈസ് ഈക്വൽ ടു E റൈസ് ടു -T/RC. ടേക്കിംഗ് നാച്ചുറൽ ലോഗരിതം എന്താണ്? ln 0.2 ഈസ് ഈക്വൽ ടു -T/RC. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു -RC ln 0.2, ദാറ്റ് ഈസ് ഈക്വൽ ടു RC ln 5. ln 5 എന്ന് പറയുന്നത് എന്താണ്? 1.609 ആണ്. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 1.609 RC. ഇനി അടുത്ത ചോദ്യം, ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് AB പ്ലസ് A' C പ്ലസ് BC ഈസ് ഡാഷ്. എന്താണ്? ആൻസർ എന്ന് പറയുന്നത് AC പ്ലസ് B എന്നാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. AB പ്ലസ് A' C പ്ലസ് BC ഗ്രൂപ്പ് ടേംസ് എന്താണ്? ഗ്രൂപ്പ് ചെയ്ത് എഴുതുമ്പോൾ AB പ്ലസ് BC പ്ലസ് A' C. അപ്പോൾ ഫാക്ടർ B കോമൺ ആയതുകൊണ്ട് B ഇങ്ങ് വെളിയിലെടുത്താൽ B ഇൻറ്റു അല്ലെങ്കിൽ B ബ്രാക്കറ്റിൽ A പ്ലസ് C പ്ലസ് A' C എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുമ്പോൾ A പ്ലസ് A' C ഈസ് ഈക്വൽ ടു A പ്ലസ് C, ദാറ്റ് ഈസ് ഈക്വൽ ടു B പ്ലസ് AC എന്ന് കിട്ടും.
ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ അത് ഉണ്ടല്ലേ, AC+B അതല്ലേ, B+AC, AC+B സെയിം അല്ലേ, അതാണ് ആൻസറായിട്ട് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ വാട്ട് ഡിഫൈൻസ് ദ ബ്രൂസ്റ്റർ ആംഗിൾ? ബ്രൂസ്റ്റർ ആംഗിളിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്, വേറൊന്നുമല്ല. എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേർ ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേർ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ പെർപെൻഡിക്കുലർ ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. Explanation നോക്കിക്കേ. The Brewster angle is the angle of incidence at which the reflected light becomes completely plane polarized. At this angle, the reflected ray and refracted ray are at 90 degree to each other. That is also tan theta b is equal to mu, where mu is the refractive index of the medium. അപ്പോൾ എന്താണ് ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്? ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിളാണ് ബ്രൂസ്റ്റർ ആംഗിൾ. ആ പർട്ടിക്കുലർ ആംഗിളിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് മാറും. ഈ ആംഗിളിൽ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ 90 ഡിഗ്രിയിലായിരിക്കും. അതാണ് ഈ ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ നടന്ന ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിനേഷൻ, അതായത് December 18, 2025 നടന്ന ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനലിൽ ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വിത്ത് എക്സ്പ്ലനേഷനാണ്. ആദ്യമേ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലാസ് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. നോട്ട് ഓൺലി ഫ്രം കേരള PSC, SSC, UPSC, RRB എല്ലാത്തിൽ നിന്നുള്ള ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.